എന്താണോ തുറക്കാൻ എത്ര താമസം? അത് അടഞ്ഞു കിടന്നുകൊണ്ടാ സാർ. ഓക്കെ നന്നായി ഇവരെ വെച്ച് തന്നെ തുടങ്ങാം. ഇവര് രണ്ടുപേരെയും ജഡ്ജിങ്ങിനെ കുറിച്ച്. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്നുള്ള ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം ദിലീപ് ഓർ പൾസർ സുനി എന്നുമല്ലാതിരിക്കുന്നു. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അങ്ങനെ ചോദ്യം വേണമെങ്കിൽ ചോദിക്കണ്ട, വേണ്ട, കണ്ടാത്തോണ്ട. ഓക്കെ. പിന്നെ ലക്ഷ്മിയുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെയും ശോഭയുടെയും ഇംഗ്ലീഷിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണേട്ടാ, ഇവനെ കൊന്നാലാ. ചെറിയൊരു ബ്രിട്ടീഷ് ആക്സെന്റ് കയറിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ശോഭ പുറത്തു പോയിട്ട് പറയുന്ന കേട്ടു, can I have one glass of chai and പഴംപൊഴി എന്ന് എന്തോ പറഞ്ഞ. സ്പൈദയെക്കുറിച്ച് യൂറിയ വെൽക്കം ടു tonight's meeting. Meets tonight too. അല്ലേ? ശോഭ പഴംപൊരിയുടെ ഇംഗ്ലീഷ് അറിയില്ലേ? ബനാന ഫ്രിറ്റേഴ്സ്. ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇമാതിരി കച്ചട ഇംഗ്ലീഷ് ഒന്നും എനിക്ക് വഴങ്ങില്ല. ശോഭയുടെ കഴിഞ്ഞല്ലോ അല്ലേ കോട്ട? ഒന്ന് നിർത്തുവോ? മനസ്സമാധാനം തരൂ. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫാഷൻ ഷോ ആണ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടത്. അടുത്തൊരു തിരിച്ചറിവും ഒരു പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചക്ക് ഫാഷൻ ഷോ കാണണം എവിടെയെങ്കിലും പോയിട്ട്. അന്ന് ഇതുപോലത്തെ ജഡ്ജിമാരും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മാത്രം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ ഓർ ഭാവന, വാട്ട് ഈസ് എ വുമൺ, എന്തൊക്കെയാ? ഹു ആർ യു, വാട്ട് ആർ യു ഡൂയിങ്, ഇതൊക്കെയാണോ ചോദ്യം? എടാ ലാലു, നീ ഓർത്തു വെച്ചോ, എന്നെങ്കിലും ഈ കുഞ്ഞിരാമൻ ഇതിനൊക്കെ പകരം ചോദിച്ചിരിക്കും.